എറണാകുളം പെരുമ്പാവൂരിൽ വൻ ലഹരി വേട്ട 17 കോടി വില മതിക്കുന്ന 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതി പിടിയിലായിട്ടുണ്ട്. വൈപ്പിൻ ആറുകാട് സ്വദേശി ആയുഷാണ് പോലീസിന്റെ പിടിയിലായത്. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന്. ലാൽ, എവിടെ നിന്ന് എത്തിച്ച ലഹരി എന്ന കാര്യത്തിൽ എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലഹരി വേട്ടകൾ ഒന്നാണ്. 17 കോടി എന്നത് നിസ്സാര തുകയല്ല. വിവരങ്ങൾ പറഞ്ഞ പോലെ ഇത് കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു ലഹരി വേട്ട എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിലെ ലഹരിയുടെ ഹബ്ബായി മാറിയിട്ടുണ്ട് പെരുമ്പാവൂർ എന്ന് തന്നെ പറയേണ്ടി വരും. ദൈനംദിനം ലഹരി അവിടെ നിന്ന് പിടികൂടുന്നുണ്ട്. അതും രാസലഹരി അടക്കം പിടികൂടുന്ന ഒരു നഗരമായി മാറിയിട്ടുണ്ട് പെരുമ്പാവൂർ എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം. അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലാതെ ഇതേ സംസ്ഥാനത്ത് തന്നെയുള്ള ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ വലിയ കണ്ണികളായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ചെറുതും വലുതുമായ വിൽപ്പന അനുദിനം നടക്കുന്ന ഒരു നഗരമായിട്ടാണ് പെരുമ്പാവൂർ മാറുന്നത്. അതിൽ ഏറ്റവും ഒടുവിലൊരു സംഭവം എന്ന് മാത്രമേ നമുക്ക് ഇന്ന് നടന്ന സംഭവത്തെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. പിടിയിലായത് ഒരു മലയാളിയാണ്. ആയുഷ് എന്ന് പറയുന്ന യുവാവാണ് പിടിയിലായത്. ഇയാളെ തക്കം പാത്തിരുന്ന് പോലീസ് പിടികൂടുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടി വരുന്നത്. റൂറൽ എസ് പിയുടെ ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ തക്കം പാത്തിരുന്ന ഇത്തരത്തിൽ പിടികൂടിയത്. അതും പെരുമ്പാവൂരിലേക്ക്, ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന മാറമ്പള്ളിയിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കാലങ്ങളായി ഇയാളെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിനൊടുവിൽ ഇയാളുടെ കയ്യിൽ ലഹരിയുണ്ട്, ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ട് എന്ന വിവരത്തിന് കൃത്യമായ അടിസ്ഥാനത്തിലാണ് പിടികൂടുന്നത്. പിടികൂടുന്ന സമയത്ത് ഇയാളൊരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ് പെരുമ്പാവൂരിലെ മാറമ്പള്ളിയിലുള്ള ഇയാളുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നത്. ആ ഫ്ളാറ്റും വളരെ ദുരൂഹം നിറഞ്ഞതാണ്. അവിടേക്ക് നമുക്ക് തൊട്ട് പിന്നാലെ എത്താം. ഇയാളുടെ സ്കൂട്ടറിൽ നിന്ന് പിടികൂടുന്ന ഏകദേശം 1.25 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇത് ആർക്ക് കൊണ്ടുപോകുന്നു, എന്തിനു കൊണ്ടുപോകുന്നു എന്ന കാര്യങ്ങളൊന്നും പിടികൂടിയ സമയത്ത് ഇയാൾ പറയാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, മാറമ്പള്ളിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർന്ന് നടന്ന പരിശോധനയിലാണ് 16 കിലോ കഞ്ചാവ് കൂടി കണക്കിലെടുക്കുന്നത്. അത്തരത്തിൽ മൊത്തം 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്, 17 കോടി രൂപ വരുന്ന 17 കിലോ കഞ്ചാവ് പിടികൂടുന്നത്. ഇതേ ഫ്ളാറ്റിന്റെ 10ാം നിലയിലാണ് ആലുവയിലെ ASP താമസിക്കുന്നത്. ആലുവ ASP ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഹർദിക് മീന എന്ന് പറയുന്ന അദ്ദേഹം ഇതിനോടകം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പെരുമ്പാവൂർ നഗരത്തിൽ വലിയ രീതിയിലുള്ള ലഹരിവേട്ട നടത്തിയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം നൽകിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് പോലീസ് എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഫ്ളാറ്റിൽ ഇയാൾക്ക് താമസിക്കുന്നതിന് കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ പോലെ കരാർ അടിസ്ഥാനത്തിൽ ഈ ഉടമയുമായി ബന്ധപ്പെട്ടൊരു കരാർ ഉണ്ടാക്കി താമസിക്കുന്ന ഒരാളായിരുന്നില്ല ഇയാൾ. നേരെ മറിച്ച് ഓൺലൈനിൽ ബുക്ക് ചെയ്തെത്തി എന്നുള്ളതാണ് പറയുന്ന വിവരം. ഇത് എങ്ങനെ സാധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, എവിടെ നിന്ന് ഇയാൾക്ക് കഞ്ചാവ് കിട്ടുന്നു, എവിടെ ഇത് വിൽപ്പന നടത്തുന്നു, എവിടെ സൂക്ഷിക്കുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളും പോലീസിനോട് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. നാളെ ആഭ്യന്തര മന്ത്രി എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തൂഫാന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾക്ക് മുമ്പാണ് 17 കോടി രൂപ വരുന്ന കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ണികളടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള ഹർദിക് മീണ അത്യാവശ്യം ഫേമസ് ആണ്. നമുക്ക് നേരത്തെ തൂഫാനുമായി ബന്ധപ്പെട്ട്, ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് പിറകെ, അതായത് ഇതര സംസ്ഥാനക്കാരെ ലഹരി ഉപയോക്താക്കളുടെ പിറകെ ഓടുന്ന ദൃശ്യങ്ങളടക്കം വൈറലായതാണ്. അദ്ദേഹത്തിനോട് മേൽനോട്ടത്തിൽ ഒരു വൻ കഞ്ചാവ് വേട്ട, അതായത് 17 കോടി എന്നാൽ ചെറിയ തുകയല്ല, ലബോറട്ടറി മെയ്ഡ് വീര്യം കൂടിയ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നതിന് ഉറവിടമടക്കം കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം വേണം. ചെറിയ മാഫിയല്ല പിന്നിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.